ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു ഫിൽമി ടോക്ക്. ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ഗീതാഞ്ജലി എന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമയുടെ അണിയറ പ്രവർത്തനം നടന്നു വരികയാണ്. നമ്മളോടൊപ്പം ആക്ടർ ഡയറക്ടർ മഹേഷ് ഏട്ടനാണുള്ളത്. മഹേഷ് ഏട്ടാ, വെൽക്കം ടു ഫിൽമി ടോക്ക്. നമസ്കാരം. താങ്ക് യു സോ മച്ച്. മഹേഷ് ഏട്ടാ, മുദ്ര എന്ന് പറഞ്ഞ സിനിമയിലൂടെയാണ് മഹേഷ് ഏട്ടൻ നമ്മൾ കാണുന്നത് അല്ലേ? അതെ. ഈ സിനിമയിലേക്ക് വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ചിലരുടെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും, സിനിമ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആരെങ്കിലും സിനിമയിൽ ഉണ്ടാവും. മഹേഷ് ഏട്ടന് സിനിമയിൽ എത്തിയത് എങ്ങനെയാണ്, നടനായി എത്തിയത്? ഞാൻ ഒരു പകരക്കാരനായിട്ടാണ് നടന രംഗത്തേക്ക് വരുന്നത്. അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു ഞാൻ. അസിസ്റ്റ് ചെയ്യുന്ന സമയത്താണ് CB സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാനായിട്ടൊരു അവസരം നമ്മുടെ മേനക സുരേഷ് ഏട്ടൻ വഴി ഇപ്പോഴും ഒന്നിക്കുന്നു. അതെ. അദ്ദേഹത്തിൻ്റെ ഒരു റെക്കമെൻഡേഷനിൽ പോവാണ്. പക്ഷെ അവിടെ അതിനകത്ത് അഭിനയിക്കേണ്ടിയിരുന്ന ഒരു പ്രധാന വേഷം ചെയ്യേണ്ടിരുന്ന ഒരാൾ, അദ്ദേഹം നമ്മുടെ വടക്കൻ വീര്യാതര സെറ്റിൽ സ്റ്റക്കായിപ്പോയി. സഞ്ജയ് മിത്ര എന്ന് പറയുന്ന വൈശാലിയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അതെ. അദ്ദേഹം അവിടെ എന്തുകൊണ്ടോ എൻ്റെ സമയം നല്ലതായതുകൊണ്ടോ എന്തോ അവിടെ നിന്ന് വരാൻ സാധിക്കാതായിപ്പോയി. അങ്ങനെ പകരക്കാരനായിട്ട് എന്നോട് അഭിനയിക്കാൻ പറയുകയും ഞാൻ അഭിനയിക്കുകയും ചെയ്യാണ്. ഞാൻ അതിനു മുമ്പൊന്നും അങ്ങനെ അഭിനയിച്ചിട്ടില്ലെങ്കിൽ കൂടിയും സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ടും ഈ സിനിമയിലുള്ള പലരും എൻ്റെ നല്ല സുഹൃത്തുക്കളായതുകൊണ്ട് എനിക്കൊരു സഭാകമ്പം അങ്ങനെയൊന്നും ഉണ്ടായില്ല. പിന്നെ ഞാൻ ആ സ്ക്രിപ്റ്റൊക്കെ എനിക്ക് നേരത്തെ ഞാൻ വായിച്ചു, അസിസ്റ്റന്റ് ഡയറക്ടറൊക്കെ വായിച്ചത് കൊണ്ട് തന്നെ ഈ കഥാപാത്രം ആര് ചെയ്യുന്നു എന്ന് എൻ്റെ മനസ്സിൽ തന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. കാരണം അത്ര ഗംഭീരമായൊരു വേഷമായിരുന്നു. മമ്മൂക്ക ചെയ്യുന്ന ജയിൽ വാർഡൻ്റെ വേഷം കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്നൊരു വേഷമാണ്. അപ്പം ഇതാര് ചെയ്താലും വളരെ ഭാഗ്യമുള്ള ഒരു ആക്ടറൊക്കെയാണ് അത് കിട്ടണമെന്നൊക്കെ ഞാൻ മനസ്സിൽ കരുതിയിരുന്നു. അത് പക്ഷേ എന്നിൽ തന്നെ അത് ദൈവം അനുഗ്രഹം നൽകുമെന്ന് ഞാൻ കരുതിയില്ല. അപ്പം അങ്ങനെയാണ് മുദ്രയിൽ കൂടി ഞാൻ വരുന്നത്. അതിനുശേഷം ഞാൻ പിന്നെയും അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടൊക്കെ വീണ്ടും ഒരു ഡയറക്ടർ തന്നെ ചേട്ടൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. നമ്മുടെ കരിയർ എവിടെയെന്ന് ചൂസ് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് തിരഞ്ഞെടുത്തത് ഡയറക്ഷൻ. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ വളരെ ആക്സിഡൻ്റലി ഞാനൊരു ഷൂട്ടിംഗ് കാണുകയാണ്. ഞാൻ മെഡിക്കൽ റെപ്പായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് കാണുകയാണ്. അപ്പം അത് IB ശശി സാറിൻ്റെ പടമായിരുന്നു. അപ്പോൾ ആദ്യത്തെ ജോലി മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു. അതെ. അപ്പം ഞാൻ ചോദിച്ചു, ഈ സിനിമ അതർ ദാൻ എ വ്യൂവർ, എനിക്കപ്പോൾ സിനിമയുടെ എന്താ പറയണ്ട ബിഹൈൻഡ് ദി ക്യാമറ ഇതിലുള്ള സംഭവങ്ങൾ കണ്ടപ്പോൾ ഐ വാസ് സോ അമേസ്ഡ്. അപ്പോൾ ഞാൻ ചോദിച്ചു, പിന്നെ ഇതിൽ ആരാണ് ഇതിൻ്റെ പ്രധാനം എന്ന് പറയുമ്പോൾ ഡയറക്ടറാണ്. നമുക്ക് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട എന്നെ താത്തി ഒന്നും വേണ്ട എന്നൊരു തോന്നലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് എൻ്റെ കരിയർ തുടങ്ങാമെന്ന് വിചാരിച്ചു. വീട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞില്ല, ഞാൻ മെഡിക്കൽ റെപ്പായിട്ട് തന്നെ ജോലിയായിരുന്നു വീട്ടുകാരുടെ മുന്നിൽ. ഞാൻ ആ രീതിയിൽ തന്നെ പോകുന്നു. രാവിലെ ടൈ കെട്ടിയൊക്കെ പോകുന്നു. 1 മാസത്തെ ടൂർ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു ഷൂട്ടിങ്ങിന് പോകുന്നത് തന്നെ. പിന്നീട് കമ്പനിയിൽ നിന്ന് എന്നെ ടെർമിനേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ലെറ്ററൊക്കെ വന്നപ്പോഴാണ് വീട്ടുകാരെന്നെ അറിയുന്നത് ഇവൻ കൈവിട്ടു പോയെന്ന്. പക്ഷേ മുദ്ര എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ വന്നിട്ട് ഞാൻ അമ്മയെ കൊണ്ട് കാണിച്ചു. ഇവിടെ ട്രിവാൻഡ്രത്ത് ശ്രീകുമാർ തിയേറ്ററിലായിരുന്നു. അമ്മ എന്താ ഒന്നും പറഞ്ഞില്ല. അമ്മ കുറച്ചു നേരം എന്നെ നോക്കി നിന്നിട്ട് നേരെ അടുക്കളയിൽ പോയിട്ട് കുറച്ച് മുളകും കടുകൊക്കെ എടുത്തിട്ട് എന്നെ ചേട്ട് പറഞ്ഞു, ജയിലിൽ കിടക്കാനുള്ള യോഗം ഇതുവഴി അങ്ങ് പോയെന്ന് വിചാരിക്കുക എന്നാണ് എൻ്റെ അമ്മ ആദ്യമായിട്ട് എൻ്റെ അടുത്ത് റെസ്പോണ്ട് ചെയ്തത്. അതെ. ആദ്യമൊക്കെ വലിയ പിന്നെ ഇത്രയും പ്രധാനപ്പെട്ടൊരു വേഷമായിരിക്കുന്നൊന്നും അമ്മ കരുതുന്നില്ല. എനിക്കറിയാം മഹേഷിനും പറഞ്ഞു, അമ്മയുടെ മരണമായിട്ട് ബന്ധപ്പെട്ടാണ് കുറച്ച് ഗ്യാപ്പ് വന്നു. അതെ, ഞാൻ അതിനുശേഷം അമേരിക്കയിൽ പോയി. കാരണം ഫിനാൻഷ്യലി കുറേ പ്രോബ്ലംസ് ഒക്കെ എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ പോയതുകൊണ്ട് എനിക്ക് ഒരുപാട് ജീവിതത്തിൽ നന്മകളുണ്ടായെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. പ്രധാനമായിട്ടും സാമ്പത്തികമായിട്ടുള്ളൊരു നന്മയുണ്ടായി. രണ്ടാമത് അവരുടെ ജീവിതത്തിൽ കൂടി പഠിച്ചെടുത്തതുകൊണ്ട് അവരുടെ സംസ്കാരം, എല്ലാ സംസ്കാരത്തിനും എല്ലാ രാജ്യങ്ങളിലുള്ള സംസ്കാരത്തിനും അവരുടേതായിട്ടുള്ള നന്മയും തിന്മയും ഉണ്ട്. ഒരുപാട് നന്മകളുള്ള ഒരു സംസ്കാരമാണ് അമേരിക്കയിലുള്ളത്. നമ്മളെപ്പോലെ തന്നെ അവരും ഇപ്പോൾ കുടുംബ ജീവിതങ്ങളിൽ വിശ്വസിക്കുകയും അതുപോലെ തന്നെ മറ്റൊരാളെ അവരുടെ എല്ലാ രീതിയിലും അവരെ ബഹുമാനിക്കുകയും അവരുടെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രാജ്യമാണ്. അപ്പം നമുക്ക് ഇവിടെയുള്ളവരൊക്കെ കുറ്റം പറയുന്നല്ല, പക്ഷെ എല്ലാവരും അവനവനിൽ തന്നെ സ്നേഹം നിറഞ്ഞു നിർത്തിയിട്ട് അല്പം ബാക്കിയുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഭാര്യയ്ക്കും കുട്ടികൾക്കും കൊടുക്കുന്ന ഒരു ടൈപ്പാണ്. അവിടെ അങ്ങനെയല്ല കേട്ടോ. അവിടെ എല്ലാവരും ഒരുപോലെ സ്നേഹം കൈമാറി ജീവിക്കുന്നു, മറ്റുള്ളവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കെയർ ചെയ്യുന്നു. പിന്നെ ആരെയും ബോധർ ചെയ്യാൻ വരുന്നില്ല. നമ്മൾ ജോലി ചെയ്യുന്നു, നമുക്ക് അതിനുള്ള ശമ്പളം കിട്ടുന്നു,
ജോലിക്ക് എല്ലാ ജോലികൾക്കും ഡിഗ്നിറ്റി ഉണ്ട്. ഇന്ന ജോലി എന്നൊന്നുമില്ല. എനി ജോബ് ഗോട്ട് ഡിഗ്നിറ്റി. പെയിൻറ്റർ ആണെങ്കിലും ശരി തന്നെ, കാർപ്പൻറ്റർ ആണെങ്കിലും ശരി തന്നെ, ഡോക്ടർ ആണെങ്കിലും ശരി തന്നെ, അതിൻ്റെതായിട്ടുള്ള ഡിഗ്നിറ്റി ഉണ്ട്. അങ്ങനെയുള്ള ഒരുപാട് നന്മകൾ എനിക്ക് ആ രാജ്യത്ത് പോയിട്ട് എനിക്ക് കിട്ടി. വന്നോടനെ തന്നെ കലണ്ടർ എന്ന മൂവി ചെയ്യാൻ. അതെ അതെ അതെ, മനസ്സിൽ പിന്നെ വർഷങ്ങളായിട്ടുള്ള ഒരു മോഹമായിരുന്നു ഒരു സിനിമ ചെയ്യണം എന്നുള്ളത്. ഞാൻ അമേരിക്കയിലായിരുന്നപ്പോൾ പോലും കഴിവതും അവിടുത്തെ കലാരംഗങ്ങളിൽ സജീവമാകാൻ ശ്രമിച്ചിരുന്നു. നല്ല നല്ല സിനിമകൾ കാണുമായിരുന്നു. തിരിച്ചു വന്നിട്ട് എൻ്റെ മനസ്സിലൊരു കഥയുണ്ടായിരുന്നു. പക്ഷേ ആ കഥ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ കഥയാണെങ്കിൽ പൃഥ്വിരാജിന് ഡേറ്റുകൾ വളരെ കുറച്ച് മതി എന്നൊക്കെ രാജു തന്നെ സജസ്റ്റ് ചെയ്യും. രാജു തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ആണ് ഡേറ്റ് നൽകുകയും ബാബു ജനാർദ്ദനെ എഴുതുകയൊക്കെ ചെയ്തത്. അതിനുശേഷമൊക്കെയാണ് ഈവൻ നിർമ്മാതാവ് പോലും രംഗത്തേക്ക് വരുന്നത്. അപ്പം നല്ല കഥയൊക്കെ ആയിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ ഒരു അമ്മയുടെയും മകളുടെയും കഥ എത്രത്തോളം ജനങ്ങളിപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളത്, ഒരു ഏർലി 80s ഉണ്ടായിക്കൊണ്ടിരുന്ന നല്ല നല്ല സിനിമകൾക്ക് തുല്യമായിട്ട് അത് വന്നേനെ. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഇപ്പോഴത്തെ സിനിമകളുടെ ഒരു രീതി അതിനകത്ത് ഫോളോ ചെയ്യാൻ ശ്രമിച്ചു തിരക്കഥയിലൊക്കെ. അതിൻ്റെ കുറേ പാളിച്ചകളും പിന്നെ എൻറ്റയർ സിനിമയ്ക്ക് തന്നെ ഇത്തിരി ലെന്ത് കൂടി പോയതുകൊണ്ട് നമ്മൾ ആ ലെന്ത് വിത്തിൻ ദി ടൈം ഇതിൽ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ കുറേയൊക്കെ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റിയിലൊക്കെ എങ്കിൽ പോലും ആ സിനിമ കണ്ട് ഒരുപാട് പേര് അതിൻ്റെ നന്മയെ പറ്റിയൊക്കെ സംസാരിക്കുകയുണ്ടായി. രണ്ടാമത് ഏറ്റവും വലിയ സന്തോഷം അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ അഫ്സൽ, അദ്ദേഹം ഒരു അന്ധനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം മ്യൂസിക് ചെയ്ത ആ പാട്ടുകളിൽ ദാസേട്ടൻ്റെ 50 വർഷത്തെ ചലച്ചിത്ര ഗാന ഇതിൽ അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട 50 പാട്ടുകളിൽ ഒരു പാട്ട് കലണ്ടറിലാണ്. അപ്പോൾ എനിക്കൊരു നിമിത്തമാകാൻ സാധിച്ചല്ലോ ആ സിനിമ. ദാസേട്ടൻ്റെ പാട്ടിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് മൃഗയ സിനിമയിൽ ദാസേട്ടൻ്റെ ഒരു നല്ല പാട്ട്. അതെ അതെ, ഒരിക്കൽ നിറഞ്ഞും ഒരിക്കൽ. ഞാൻ ആദ്യമായിട്ടൊരു പാട്ടുപാടി അഭിനയിക്കുന്നതും മൃഗയിലാണ്. പിന്നെ അധികം പാടേണ്ടിയൊന്നും വന്നിട്ടില്ല. കാരണം നെഗറ്റീവ് റോളൊക്കെ ചെയ്തിട്ട് തല്ലുകൊള്ളാൻ അതിനിടയ്ക്ക് എവിടെ വില്ലൻ പാടാൻ പാടില്ലല്ലോ മലയാള സിനിമയിൽ. അപ്പം അഥവാ പാടണമെങ്കിൽ വല്ല വെള്ളം അടിച്ചിട്ടുള്ള പാട്ടുമായിരിക്കും. ഞാൻ പിന്നെ ഒരുപാട് സിനിമകൾ ചെയ്തൊക്കെ തന്നെ ഒന്നെങ്കിൽ രാജൻ ബി ദേവ് അല്ലെങ്കിൽ പ്രതാപേന്ദ്രനായിരിക്കും അച്ഛനും മോനും കൂടെ ഒരുമിച്ച് വെള്ളം അടിക്കുന്ന രംഗവും, അച്ഛൻ അടി പിന്നെ മോൻ അടി, ഒന്നെങ്കിൽ പോലീസ് പിടിച്ചുകൊണ്ടുപോകും ഇല്ലെങ്കിൽ ഇടിച്ചു കൊല്ലും. ട്രെൻഡുകൾ ഒരുപാട് മാറി. അപ്പൊ എനിക്ക് പണിയില്ലാണ്ടായി എന്നല്ല ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞ. ഞാൻ പറയാം, ഒരുപാട് വില്ലൻ നെഗറ്റീവ് ഷെയ്ഡ് ചെയ്തവര് പിന്നീട് കോമഡി മഹേഷിനുള്ളിൽ അത്തരത്തിലൊരു വേറൊരു ആക്ടർ കണ്ടെത്തിയിട്ടുണ്ടോ? ഇതുവരെ കണ്ടെത്താനുള്ള ശ്രമം നടക്കുന്നുണ്ടോ? ഇല്ല മോനെ, നമുക്ക് എന്താ പറയുക, ജീവിതത്തിൽ നമുക്കൊരു ബ്രേക്ക് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അങ്ങനെ ഒരു വേഷം എൻ്റെ ജീവിതത്തിൽ ഇനി വരാനിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ആക്ടർ എന്നുള്ള കരിയറിൽ എൻ്റെ ജീവിതം വളരെ പെട്ടെന്നായിരുന്നു. മുദ്ര, മൃഗയ, സതയം വളരെ നല്ല ഗ്രാഫിലാണ് തുടക്കവും കാര്യമൊക്കെ. ഇപ്പം MT സാറിൻ്റെ സ്ക്രിപ്റ്റിൽ അഭിനയിച്ചു, ലോഹിദാസ് സാറിൻ്റെ സ്ക്രിപ്റ്റിലൊക്കെ അഭിനയിക്കുന്നു, മമ്മൂട്ടിയോട് അഭിനയിക്കുന്നു, ലാൽ സാറിനോട് അഭിനയിക്കുന്നു. നല്ല തുടക്കം വളരെ മനോഹരമായി. പക്ഷേ എൻ്റെ കയ്യിലിരിപ്പ് തന്നെ പറയട്ടെ, എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ എനിക്ക് ലോഹിദാസ് തന്ന ഏറ്റവും വലിയൊരു ഉപദേശമുണ്ട്. ഡോണ്ട് ഗോ ആഫ്റ്റർ ദി മണി, ഗോ ആഫ്റ്റർ ദ റോൾസ്, മണി വിൽ കം ഓട്ടോമാറ്റിക്കലി. പക്ഷേ എൻ്റെ അന്നത്തെ സാമ്പത്തിക പരാധീനതകൾ കൊണ്ടും പല പ്രശ്നങ്ങൾ കൊണ്ടും ഞാൻ വന്നതെല്ലാം അക്സെപ്റ്റ് ചെയ്തു. അതിനകത്ത് വാണ്ടഡ് ആൻഡ് അൺവാണ്ടഡ് റോൾസ് ഒക്കെ തന്നെ ഞാൻ ചെയ്തു. അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ എൻ്റെ ഗ്രാഫ് പതുക്കെ ഞാൻ പോലും അറിയാതെ താഴോട്ടായിപ്പോയി. പക്ഷെ ഇപ്പോൾ എന്താണ്, നമ്മുടെ ആ ഒരു ഏജെല്ലാം കഴിഞ്ഞു. നമ്മളിപ്പോൾ വേറൊരു ജീവിതത്തിൻ്റെ വേറൊരു തലത്തിലോട്ട് വന്നു. ഇപ്പോൾ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. സിനിമയെ നമ്മൾ കുറച്ചും കൂടെ വളരെ സീരിയസ് ആയിട്ട് കാണാൻ ശ്രമിക്കുന്നുണ്ട്. നല്ല നല്ല വേഷങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ ഭംഗിയായിട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ആത്മാർത്ഥതയും അർപ്പണബോധവും നമ്മളതിനകത്ത് കൽപ്പിക്കുന്നുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇതൊക്കെ നമ്മൾ കൽപ്പിച്ചോണ്ട കാര്യമില്ല. നമുക്ക് അത് ചെയ്യാനായിട്ടുള്ള ഒരു തട്ടകം, ഒരു സ്റ്റേജ്, ഒരു വേഷം കിട്ടണം. അപ്പം എത്രയോ നാൾക്ക് ശേഷം ആണ് എനിക്കിപ്പോൾ ഗീതാഞ്ജലി എന്ന് പറഞ്ഞ ഈ സിനിമയിൽ ഒന്നാമത് ഏതൊരു ആക്ടറുടെയും ഏറ്റവും വലിയ മോഹങ്ങളിൽ ഒന്നാണ് പ്രിയൻ സാറിൻ്റെ ഒക്കെ പടത്തിലൊരു വേഷം ചെയ്യുക എന്നുള്ളത്. ഇത്രയും വർഷമായിട്ട് എനിക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല, ഇപ്പോഴാണ് ഉണ്ടായത്. ഇതിനകത്ത് എന്താ പറയേണ്ടത്, അത്ര വലിയ പിന്നെ ത്രൂ ഔട്ട് റോളൊന്നും അല്ലെങ്കിലും ഉള്ളതിന് അതിൻ്റേതായിട്ടുള്ളൊരു മേനയുണ്ട്. അതാണ് സാറിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ ആരും അൺവാണ്ടഡ് ക്യാരക്ടേഴ്സ് ഇല്ല. എല്ലാ ക്യാരക്ടറിനും ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ആ സിനിമയിൽ നിൽക്കുന്നതിനൊരു ഉദ്ദേശവും റൈറ്റ് പ്ലേസ്മെന്റ് ആയിരിക്കും.
അതിലൊരു ആളാകാൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു കഥാപാത്രത്തിന് ജീവൻ കൊടുക്കാൻ സാധിച്ചു. അതിൻ്റെ വല്ലാത്തൊരു ത്രില്ലിലാണ് ഇത്. ഐ ഹോപ്പ് റിയലി ഐ ക്രോസ് മൈ ഫിംഗർ ആൻഡ് ഹോപ്പ് ഫോർ ദി ഗുഡ്. അതായത് ഇതൊരു എൻ്റെ ഒരു നല്ല തിരിച്ചുവരവാകുമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രത്യാശിക്കുകയാണ്. ദെൻ ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. ഇതെല്ലാം കണ്ടിട്ടും നല്ല വേഷങ്ങൾ വീണ്ടും വീണ്ടും തരാനായിട്ട് ഇതിൻ്റെ ഇനിയുള്ള വേറെ സംവിധായകരും തിരക്കഥാകൃത്തുകളൊക്കെ തയ്യാറാകുകയും വേണം. ഇപ്പം നന്ദു എന്ന് പറഞ്ഞൊരു ആക്ടർ, അദ്ദേഹത്തിന് ഒരു എന്താ പറയേണ്ടത്, സ്പിരിറ്റ് എന്നൊരു സിനിമയ്ക്ക് ശേഷം അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അദ്ദേഹം ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു, എത്രയോ വർഷങ്ങളുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ കഴിവ്, ആ വൈബ്രേഷൻ കണ്ടെത്താൻ രഞ്ജിത്ത് എന്നൊരു ഡയറക്ടർ വേണ്ടി വന്നു. ഞാനും ആ ഒരു എന്നിലുള്ള ഒരു കഴിവിനെ കണ്ടെത്തണേ ആരെങ്കിലും എന്നുള്ളൊരു പ്രാർത്ഥനയിലാണ്. ചേട്ടൻ പറയുമ്പോൾ തന്നെ സതയം എന്ന് പറഞ്ഞ സിനിമ മോഹൻലാൽ എന്ന് പറയുന്ന ലോകോത്തര നടനോടൊപ്പം മെയിൻ വില്ലൻ മോഹൻലാലിന്റെ ആ സിനിമയിലെ വില്ലൻ ചേട്ടനാണ്. അതെ, അത്രയും ഡെപ്തുള്ളൊരു ക്യാരക്ടറുമാണത്. നമുക്ക് ഒന്നാമത് MT സാറിന്റെ സ്ക്രിപ്റ്റ്, അദ്ദേഹത്തിന്റെ ആ ഭാഷയുടെ ഒരു സൗകുമാര്യം എന്നൊക്കെ പറയുന്നത് ഭയങ്കരമാണ്. അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെയുള്ള ഒരുപാട് ഭാഗ്യങ്ങൾ എനിക്ക് ഉണ്ടായി എൻ്റെ ഏർലി സ്റ്റേജ് ഓഫ് മൈ കരിയർ. അങ്ങനത്തെ നല്ല കുറേ ഭാഗ്യങ്ങളുണ്ടായി. പക്ഷേ അത് കാത്തു സൂക്ഷിക്കാനുള്ള ഒരു മനസ്സ് ഞാൻ കാട്ടിയില്ല. ഞാൻ തന്നെയാണ് അതിനകത്തുള്ള തെറ്റുകാരനും.